നമസ്കാരം. എല്ലാവർക്കും ബയോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. +2 ബയോളജിയിലെ എക്കോസിസ്റ്റം എന്ന ചാപ്റ്ററിലെ ചില പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ്. നമ്മൾ എപ്പോഴും ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. എന്നാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ആകെ മാറി. പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. A+ന്റെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കുറച്ച് കടുകട്ടിയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉൾപ്പെടുത്തി വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എക്കോസിസ്റ്റം എന്ന ചാപ്റ്ററിൽ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ വർക്ക് ചെയ്ത് പ്രത്യേകിച്ച് എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ്, ഏത് ഇന്ററാക്ഷൻ ചോദിച്ചാലും പാരസൈറ്റിസം ആണോ കമൻസാലിസം ആണോ എന്നൊക്കെ നമുക്ക് അറിയാം. അത് എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ജോമെട്രിക് ഗ്രോത്തിന്റെയും ലോജിസ്റ്റിക് ഗ്രോത്തിന്റെയും ഒക്കെ ഗ്രാഫും അതിന്റെ കമ്പോണൻസും പഠിച്ചിട്ടുണ്ടാകും. നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, എമിഗ്രേഷൻ പോലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കുന്ന മെഷർമെന്റുകൾ നിങ്ങൾക്ക് അറിയാം. ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്കോസിസ്റ്റം എന്ന ചാപ്റ്ററിൽ നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്കിപ്പ് ചെയ്തു പോയ ചില ഭാഗങ്ങളും അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും. അപ്പോൾ വീഡിയോ കാണുക, നന്നായി ഈ കണ്ടന്റ് കൂടെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എക്കോസിസ്റ്റം? ചാപ്റ്ററിന്റെ പേര് തന്നെ എക്കോസിസ്റ്റം എന്നാണത്. ഇതുവരെ അങ്ങനെ എക്കോസിസ്റ്റം എന്താണെന്നോ അല്ലെങ്കിൽ ഡിഫൈൻ എക്കോസിസ്റ്റം എന്ന് അധികം ചോദ്യം കണ്ടതായിട്ട് ഓർക്കുന്നില്ല. An ecosystem can be visualized as a functional unit of nature where living organisms interact among themselves and also with their physical environment. അതായത് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് പ്രകൃതിയുടെ തന്നെ ഒരു യൂണിറ്റ് ആണ്. അവിടെ ജീവജാലങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവയുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് ചുറ്റുപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കാട് എടുക്കാം. ഒരു കാട്ടിനകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ആ കാട്ടിലുള്ള പല നോൺ ലിവിങ് ഫാക്ടേഴ്സ് എൻവയോൺമെന്റുമായിട്ടും അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ററാക്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു പ്രകൃതിയുടെ ചെറിയ യൂണിറ്റുകളെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണ്, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആണ്, ഓഷൻ എക്കോസിസ്റ്റം ആണ്. അങ്ങനെ ഒരുപാട് എക്കോസിസ്റ്റം നമ്മുടെ പ്രകൃതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എൻറ്റയർ ബയോസ്ഫിയർ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, എൻറ്റയർ ബയോസ്ഫിയറിനെ നമുക്കൊരു ഗ്ലോബൽ എക്കോസിസ്റ്റമായിട്ട് കണക്കാക്കാം. ഗ്ലോബൽ എക്കോസിസ്റ്റം എന്ന് പറയാൻ കാര്യം അതിൻ്റെ അകത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ലോക്കൽ എക്കോസിസ്റ്റം ചേർന്നാണ് ഗ്ലോബൽ എക്കോസിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. The entire biosphere as a global ecosystem as a composite of all local ecosystem on Earth. നമ്മുടെ പ്രകൃതിയിൽ ഏതൊക്കെയാണോ ചെറിയ ചെറിയ എക്കോസിസ്റ്റംസ് ഉള്ളത് അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ എൻറ്റയർ ബയോസ്ഫിയർ നമുക്ക് ഗ്ലോബൽ എക്കോസിസ്റ്റം എന്ന് പറയാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി എക്സാമ്പിൾസ് ഫോർ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. ഈ എക്കോസിസ്റ്റം നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നാച്ചുറൽ എന്നും മാൻമെയ്ഡ് എന്നും തിരിക്കാം. ആ നാച്ചുറൽ എക്കോസിസ്റ്റം തന്നെ നമുക്ക് ടെറസ്ട്രിയൽ എന്നും അക്വാട്ടിക് എന്നും തിരിക്കാം. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് കാണുന്ന ഒരു എക്കോസിസ്റ്റമാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, കരപ്രദേശങ്ങൾ. അങ്ങനെ എക്സാമ്പിൾ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ കഴിയുന്നതാണ്. റൈറ്റ് എനി എക്സാമ്പിൾസ് ഫോർ അക്വാട്ടിക് എക്കോസിസ്റ്റം. എന്നാൽ ജലാശയം ഉൾപ്പെടുന്ന എക്കോസിസ്റ്റം എക്സാമ്പിൾ ചോദിച്ചാൽ പോണ്ട്, ലേക്ക്, വെറ്റ്ലാൻഡ്, റിവർ, എസ്റ്ററി തുടങ്ങിയതെല്ലാം അക്വാട്ടിക് എക്കോസിസ്റ്റം എക്സാമ്പിൾ ആയിട്ട് പറയാം. റൈറ്റ് എനി എക്സാമ്പിൾസ് ഫോർ മാൻമെയ്ഡ് എക്കോസിസ്റ്റം. കൃത്രിമമായി നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന എക്കോസിസ്റ്റം എക്സാമ്പിൾ ഏതൊക്കെ ചോദിച്ചാൽ ക്രോപ്പ് ഫീൽഡ്സ്, അതായത് വയലുകൾ, പിന്നെ അക്വേറിയം നമ്മൾ ഉണ്ടാക്കുന്ന അക്വേറിയം ഒക്കെ ഒരു മാൻമെയ്ഡ് എക്കോസിസ്റ്റം എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്തത് എക്കോസിസ്റ്റം സ്ട്രക്ചർ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സ്പീഷീസ് കോമ്പോസിഷൻ ഇൻ എക്കോസിസ്റ്റംസ്? ഒരു എക്കോസിസ്റ്റത്തിന്റെ സ്പീഷീസ് കോമ്പോസിഷൻ എന്തൊക്കെയാണ്? ഫോറസ്റ്റ് എടുക്കാം. ഒരു ഫോറസ്റ്റിനുള്ളിൽ കാണപ്പെടുന്ന എല്ലാത്തരം സ്പീഷീസ്, അതായത് പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ, അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന, അതാണ് ഇന്യൂമറേഷൻ എന്ന് പറയുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് പ്ലാന്റ്സ് അനിമൽസ് ഡൈവേഴ്സിറ്റി ഒരുമിച്ച് പറയുന്ന പേരാണ് സ്പീഷീസ് കോമ്പോസിഷൻ. ഓർക്കുക, ഫോറസ്റ്റിലുള്ള സ്പീഷീസ് കോമ്പോസിഷൻ ആയിരിക്കില്ല ഡെസേർട്ടിലുള്ളത്. ഓരോ എക്കോസിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള സ്പീഷീസ് കോമ്പോസിഷൻ ഉണ്ടായിരിക്കും. എക്കോസിസ്റ്റത്തിന്റെ മറ്റൊരു സ്ട്രക്ചറാണ് സ്ട്രാറ്റിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്ട്രാറ്റിഫിക്കേഷൻ? ഒരു കാട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ, ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ പോവുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് പ്ലാന്റ്സിന്റെ അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ പ്ലാന്റ്സ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ടോപ്പിലായിട്ട് കനോപ്പി ട്രീസ്, വലിയ മരങ്ങൾ, ലൈറ്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച്
വലിയ മരങ്ങൾ കാണാൻ കഴിയും. അതിനുശേഷം അതിന് തൊട്ട് താഴെ അതിനേക്കാൾ ചെറിയ മരങ്ങൾ, പിന്നെ സ്മാൾ ഷ്രബ്സ്, ഹെർബ്സ്, പിന്നെ അതിൽ ക്ലൈംബിംഗ് പ്ലാന്റ്സും ഏറ്റവും താഴെയായിട്ട് ലൈറ്റ് അധികം വേണ്ടാത്ത ഷെയ്ഡഡ് പ്ലാന്റ്സുകളും ഗ്രാസുകളും ഒക്കെ കാണാൻ കഴിയും. ഇങ്ങനെ ഒരു കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റിനുള്ളിൽ വെർട്ടിക്കൽ ആയിട്ട് ഓരോ ലെയർ പോലെയാണ് സ്പീഷീസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് പ്രോസസ് ഇസ് കാൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ. അധികം ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഓക്കുപൈങ് ഡിഫറെന്റ് ലെവൽസ് ഈസ് കാൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് ഓരോ ലെവലായിട്ട് ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് ഓരോ സ്പീഷീസിനെയും അറേഞ്ച് ചെയ്തിരിക്കുന്നു. എങ്ങനെ വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ട്രീസ് occupy top vertical strata or layer of a forest. Shrubs the second, herbs and grasses occupy the bottom layer. കാട്ടിനുള്ളിൽ വലിയ മരങ്ങൾ ഏറ്റവും ടോപ്പിൽ, അതിനേക്കാൾ ചെറിയ മരങ്ങൾ താഴെ, പിന്നെ ഷ്രബ്സ്, അവസാനം ഹെർബ്സ്, പിന്നെ ഏറ്റവും താഴെ ബോട്ടം കാട്ടിന്റെ മണ്ണിനോട് ചേർന്നായിരിക്കും ഗ്രാസുകളൊക്കെ കാണപ്പെടുന്നത്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം? ഒരു എക്കോസിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് കുറെ ആൻസർ ഒക്കെ എഴുതാറുണ്ട്. ഇപ്പം ഓക്സിജൻ കിട്ടുന്നു, മഴ കിട്ടുന്നു, മരം കിട്ടുന്നു, തടി കിട്ടുന്നു, ക്ലോത്ത് കിട്ടുന്നു, മെഡിസിൻ കിട്ടുന്നു, അങ്ങനെ ഒന്നും എഴുതി വെക്കരുത്. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. ഈ കാണുന്ന 4 പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്കിൾ. ഈ 4 ഫംഗ്ഷനെ എഴുതാവുള്ളൂ. പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്കിൾ. അതിൽ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി, അതിനകത്ത് തന്നെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഇക്വേഷൻ GPP - R = NPP, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡീകമ്പോസിഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അതിന്റെ സ്റ്റെപ്സുകളും ഡെട്രീറ്റസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ എനർജി ഫ്ലോ, അതിനകത്താണ് ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, എക്കോളജിക്കൽ പിരമിഡ് ഒക്കെ വരുന്നത്. ന്യൂട്രിയൻ സൈക്ലിംഗ് ഇപ്പം ഡിലീറ്റഡ് ആണ്, പഠിക്കാനില്ല. എങ്കിൽ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഈ 4 ഫംഗ്ഷൻ പഠിച്ചിരിക്കും: പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ്. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം? ഒരു എക്കോസിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? പ്രധാനമായി 2 തരം കമ്പോണൻസ് ആണ് ഉള്ളത്: ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻസ്. ബയോട്ടിക് കമ്പോണൻസ് മീൻസ് ജീവനുള്ള കമ്പോണൻസ്. അതിനകത്ത് പ്രൊഡ്യൂസേഴ്സ്, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന പ്ലാന്റ്സ് ഉൾപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സ് കാണും. ദെൻ കൺസ്യൂമേഴ്സ്, ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസ് കാണും. ദെൻ ഡീകമ്പോസേഴ്സ്, അവയെ വിഘടിപ്പിക്കുന്ന ബാക്ടീരിയ, ഫംഗസ് പോലുള്ള ജീവികൾ കാണും. അവരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബയോട്ടിക് കമ്പോണൻസ് എന്നറിയപ്പെടുന്നത്. എബയോട്ടിക് കമ്പോണൻസ്, ദാറ്റ് മീൻസ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കമ്പോണൻസ്. അതായത് ഓർഗാനിക് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് ആകാം, ലിപ്പിഡ്സ് ആകാം, അതൊക്കെ ലിവിങ് അല്ലല്ലോ. അത് മീൻസ് ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക്സിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് മറ്റുമാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഓർഗാനിക് എന്ന് പറയുമ്പോൾ കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ പോലുള്ള എല്ലാ എലമെന്റ്സുകളും ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇതെല്ലാം ചേർന്നാണ് ഒരു എക്കോസിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഒരു പോണ്ട് എക്കോസിസ്റ്റം, സാധാരണ അങ്ങനെ അധികം ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. വാട്ട് ആർ ദ എബയോട്ടിക് കമ്പോണൻസ് ഇൻ പോണ്ട് എക്കോസിസ്റ്റം? ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിലെ എബയോട്ടിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഇനോർഗാനിക്, ഓർഗാനിക് സബ്സ്റ്റൻസുകളായിരിക്കും. അതുപോലെ പോണ്ടിന്റെ ബോട്ടത്തിൽ, അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്ന, ആ സോയിൽ അടിഞ്ഞുകൂടുന്ന മിനറൽസ് ഉൾപ്പെടുന്ന സോയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ എബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അതുപോലെ സോളാർ ഇൻപുട്ട്, കിട്ടുന്ന സോളാർ ഇൻപുട്ട്, ലൈറ്റ് എനർജി, പിന്നെ ടെമ്പറേച്ചർ, ഡേ ലെങ്ത്, അതുപോലെ ക്ലൈമറ്റ് ഫാക്ടർ ഒക്കെ എബയോട്ടിക് കമ്പോണൻസ് ആയിട്ട് പറയാം. ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിലെ എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഓർഗാനിക്കും അതുപോലെ ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ, പിന്നെ ബോട്ടത്തിൽ കാണപ്പെടുന്ന ഈ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള സോയിൽ ഡെപ്പോസിറ്റുകൾ, പിന്നെ സോളാർ ലൈറ്റിന്റെ ഇൻപുട്ട്, ടെമ്പറേച്ചർ, ഡേ ലെങ്ത്, ക്ലൈമറ്റ് ഫാക്ടേഴ്സ് എല്ലാം എബയോട്ടിക് കമ്പോണൻസ് ആണ്. വാട്ട് ആർ ദ ഓട്ടോട്രോഫിക് കമ്പോണൻസ് ഓർ ബയോട്ടിക് കമ്പോണൻസ് ഇൻ പോണ്ട് എക്കോസിസ്റ്റം? അവിടെ ബയോട്ടിക് എന്ന് പറയുമ്പം അവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. അതായത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന കമ്പോണൻസ് ആരൊക്കെയാണെന്ന് വെച്ചാൽ, വാട്ട് ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ പോണ്ട് എക്കോസിസ്റ്റം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഫൈറ്റോ പ്ലാന്റ്സ്, സൂക്ഷ്മ പ്ലാന്റുകൾ, സം ആൽഗെ, ചില ആൽഗകൾ, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സബ്മർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ, മാർജിനൽ പ്ലാന്റ്സ്, അതായത് ഒരു കുളം എടുക്കുമ്പം കുളത്തിന്റെ സൈഡിലായിട്ട് കുറെ പറ്റിപ്പിടിച്ച പ്ലാന്റ്സ് വളരും, അതാണ് എഡ്ജ് പ്ലാന്റ്, മാർജിനൽ പ്ലാന്റ്സ്. പിന്നെ വെള്ളത്തില് മുങ്ങിക്കിടന്ന് അവിടെ നിന്ന് അടിത്തട്ടിൽ നിന്ന് പൊടിച്ച് മുകളിലോട്ട് വരുന്ന രീതിയിലുള്ള സബ്മർജ്ഡ് പ്ലാന്റ്സ്.
ഇപ്പൊ താമരയൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ വെറുതെ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത് ഒഴുകി നടക്കുന്ന ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതിനകത്ത് ആളുകൾ ഉൾപ്പെടും. പിന്നെ ആളുകളും മൈക്രോസ്കോപ്പ് പ്ലാന്റ്സുമാണ് ഒരു പോണ്ടിൽ കാണപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് കമ്പോണൻസ് എന്ന് പറയും. വാട്ട് ആർ ദ കൺസ്യൂമേഴ്സ് ഇൻ പോണ്ട് എക്കോസിസ്റ്റം? ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിലെ കൺസ്യൂമേഴ്സ് ആരൊക്കെയാണ്? ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആരൊക്കെയാണ്? അവിടെ സുവോ പ്ലാങ്ക്ടൺ, ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആനിമൽസ്, ഈ ഫൈറ്റോ പ്ലാന്റ്സിനെ ഫീഡ് ചെയ്യുന്ന സുവോ പ്ലാങ്ക്ടൺസ് കാണപ്പെടും. പിന്നെ ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ഓർഗാൻസും, ഫ്രീ സ്വിമ്മിങ്, അതായത് നീന്തി നടക്കുന്ന വെള്ളത്തിൽ കാണപ്പെടുന്ന മീനുകൾക്കുള്ള ഓർഗാൻസും കാണപ്പെടും. പിന്നെ ബോട്ടം ഡ്വെല്ലിംഗ് ഫോംസ്, ഈ കുളത്തിന്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന കുറച്ച് ജീവജാലങ്ങളാണ്. അങ്ങനെയുള്ള ജീവജാലങ്ങളെല്ലാം കൺസ്യൂമേഴ്സ് ആണ്. വാട്ട് ആർ ദ ഡീകമ്പോസേഴ്സ് ഇൻ പോണ്ട് എക്കോസിസ്റ്റം? എന്നാൽ ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന ഡീകമ്പോസേഴ്സ് ആരൊക്കെയാണ്? അവിടെ കാണപ്പെടുന്ന ബാക്ടീരിയകളും ഫംഗസുകളുമാണ് പോണ്ടിൽ കാണപ്പെടുന്ന ഡീകമ്പോസേഴ്സ്. അതായത് ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ കുളത്തിൽ കാണപ്പെടുന്ന ഫംഗസുകളും ബാക്ടീരിയകളും തന്നെയാണ് അതൊരു ഫ്ലജല്ലേറ്റ്സ്, ഫ്ലജലുള്ള മറ്റ് മൈക്രോസ്കോപ്പിക് ഓർഗാൻസും ഒക്കെ ഡീകമ്പോസേഴ്സ് ആയിട്ട് പറയാം. വാട്ട് ഈസ് സ്റ്റാൻഡിംഗ് ക്രോപ്പ്? അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ എക്കോസിസ്റ്റത്തിലെ ഓരോ ജീവജാലങ്ങളും, ഈ ട്രോഫിക് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ ജീവജാലങ്ങളാണല്ലോ, അവരുടെ ബോഡിക്കകത്ത് എപ്പോഴും ഒരു ലിവിങ് മാറ്റർ മെറ്റീരിയൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് ജീവജാലം എടുത്താലും അവരുടെ ബോഡിക്കകത്ത് എപ്പോഴും കുറച്ച് ലിവിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബയോമാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് ബയോമാസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിംഗ് ക്രോപ്പ്. ഈച്ച് ട്രോഫിക് ലെവൽ ഹാസ് സെർട്ടൈൻ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഓരോ ടൈമിലും ഓരോ ജീവികളുടെ ഉള്ളിനകത്ത് കുറച്ച് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെയാണ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറയുന്നത്. The standing crop is measured as the mass of living organs or biomass or the number in a unit area. സാധാരണ സ്റ്റാൻഡിംഗ് ക്രോപ്പ് ആയിട്ട് കണക്കാക്കുന്നത് ആ ജീവിയിൽ ഉണ്ടാകുന്ന ബയോമാസ് അല്ലെങ്കിൽ നമ്പർ, ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര നമ്പർ ആ ജീവികളുണ്ട് അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ എത്ര ബയോമാസ് ഉണ്ട്, അതൊക്കെയാണ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് ആയിട്ട് കണക്കാക്കുന്നത്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഫ്രഷ് അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റിലായിരിക്കും ഈ ബയോമാസ് കൂടുതലും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ ഒൻമേഡായിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഓരോ ട്രോഫിയിലും കാണപ്പെടുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലിവിങ് മെറ്റീരിയലിന് എന്ത് പേര് പറയാം? സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറയാം. അടുത്തത് ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് 10% law? നമ്മളെ എനർജി പിരമിഡ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞൊരു കാര്യമാണ്, സൂര്യൻ എന്നുള്ള എനർജി ഫുള്ളായിട്ട് പ്ലാന്റ്സിന് കിട്ടില്ല. പ്ലാന്റ്സിന് കിട്ടുന്ന എല്ലാ എനർജി പ്ലാന്റ്സിനെ തിന്നുന്ന ഒരു പശുവിന് കിട്ടില്ല. പശുവിനുള്ള എനർജി ഫുള്ളായിട്ട് പശുവിനെ തിന്നുന്ന സിംഹത്തിന് കിട്ടില്ല, അല്ലേ? ഓരോ ലെവല് കഴിയുന്തോറും കുറച്ച് എനർജി കുറഞ്ഞു പോകുന്നത്. അത് 10% കുറഞ്ഞു പോകുന്നത്. ബാക്കി എനർജി, കുറച്ച് എനർജി ഹീറ്റിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് 10% law. Only 10% of energy is transferred to the trophic level from the lower trophic level. ഏറ്റവും താഴത്തെ ട്രോഫിക് ലെവലിൽ നിന്നും ഓരോ ട്രോഫിക് ലെവൽ പോകുന്തോറും 10% എനർജി കുറഞ്ഞായിരിക്കും പോകുന്നത്. ദിസ് ഈസ് കാൾഡ് 10% law. Some amount of energy always lost as heat. അതായത് ഈ പ്രോസസ് നടക്കുമ്പോൾ കുറച്ച് എനർജിയും കൂടെ നഷ്ടപ്പെട്ടാൽ പോകും. അത് ഹീറ്റിന്റെ രൂപത്തിലായിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. വാട്ട് ഇസ് ദ നാച്ചർ ഓഫ് പിരമിഡ് ഓഫ് നമ്പർ ഇൻ എ ബിഗ് ട്രീ എക്കോസിസ്റ്റം? അതായത് ഒരു എക്കോസിസ്റ്റത്തിലെ ഒരു മരം നമുക്കൊരു കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പിരമിഡ് ഓഫ് നമ്പർ ഏത് രീതിയിലായിരിക്കും? അതായത് ഉദ്ദേശിക്കുന്നത്, സാധാരണ പിരമിഡ് ഓഫ് നമ്പർ നമുക്കറിയാം, ഒരു ഗ്രാസിനെ തിന്നാൻ വരുന്ന ഗ്രാസ് ഹോപ്പിന്റെ എണ്ണം എപ്പോഴും ഗ്രാസിനേക്കാൾ കുറവായിരിക്കും. ഗ്രാസ് ഹോപ്പിനെ തിന്നാൻ വരുന്ന ഫ്രോഗിന്റെ എണ്ണം അതിനേക്കാൾ കുറവായിരിക്കും. ഫ്രോഗിനെ തിന്നാൻ വരുന്ന പാമ്പിന്റെ എണ്ണം അതിനേക്കാൾ കുറവായിരിക്കും, അല്ലേ? സാധാരണ കിട്ടുന്ന പിരമിഡ് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു അപ്രൈറ്റ്, മുകളിലോട്ട് പോകുന്നവരും കൂർത്ത് കുറഞ്ഞു വരുന്ന ലെവലിലായിരിക്കും പിരമിഡ് കിട്ടുന്നത്. എന്നാൽ ഒരു ടിപ്പിക്കൽ മരം എടുക്കുകയാണെങ്കിൽ ആ മരത്തിന്റെ നമ്പർ എത്രയാ? 1. ഒരു മരം. ആ മരത്തിലുള്ള ഇൻസെക്റ്റുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇഷ്ടം പോലെ ഇൻസെക്റ്റുകൾ ഉണ്ടാകും. ആ ഇൻസെക്റ്റുകൾ തിന്നാൻ വരുന്ന ബേഡ്സിനെ ആലോചിച്ച് നോക്കൂ. ഇൻസെക്റ്റിനേക്കാൾ കൂടുതലായിരിക്കുമോ? അതിനേക്കാൾ കുറവുമായിരിക്കും. അപ്പോൾ കിട്ടുന്ന ഷേപ്പാണ് സ്പിൻഡിൽ ഷേപ്പ്. ഇതൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു മരം കണക്കാക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പിരമിഡ് ഓഫ് നമ്പർ സ്പിൻഡിൽ ഷേപ്പിലായിരിക്കും. വാട്ട് ഇസ് ദ നാച്ചർ ഓഫ് പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ എ സീ എക്കോസിസ്റ്റം? എന്നാൽ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റം, കടല് പോലുള്ള എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പിരമിഡ് ഓഫ് ബയോമാസിന്റെ പ്രത്യേകത ആയിരിക്കും, അതെപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. കാരണം ഒരു കടലിൽ ഒരുപാട് മൈക്രോസ്കോപ്പിക് ആൽഗകളുണ്ട്. അവരുടെ ബോഡിയിലുള്ള ബയോമാസിനേക്കാൾ കൂടുതലായിരിക്കും ആ ആൽഗകളെ തിന്നുന്ന ഫിഷസിന്റെ ബോഡിയിൽ.
ഫിഷസിന്റെ ബോഡിയാണോ ആളുകളുടെ ബോഡിയാണോ ബയോമാസ് കൂടുതൽ? ഫിഷസ് തന്നെയാണ്. പക്ഷേ എപ്പോഴും പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഫൈറ്റോ പ്ലാങ്ക്സിന്റെ എണ്ണം കൂടുതലാണെങ്കിലും പക്ഷെ അവരുടെ ബോഡിയിലെ ബയോമാസ് വളരെ കുറവായിരിക്കും. അതിനേക്കാൾ കൂടുതലായിരിക്കും ഫിഷസിനെ. അതിനേക്കാൾ കൂടുതലായിരിക്കും ആ ഫിഷസിനെ തിന്നുന്ന ബേഡ്സോ അല്ലെങ്കിൽ മറ്റു ഫിഷസിന്റെ ബോഡിയിൽ. അപ്പോൾ അവിടെ കിട്ടുന്നത് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ആയിരിക്കും. അതാണ് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ്സ്? എക്കോളജിക്കൽ പിരമിഡ്സിന്റെ ലിമിറ്റേഷനുകൾ, ഡ്രോബാക്സ് എന്തൊക്കെയാണ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? It does not take into account of same species belong to two or more trophic level. അതായത് ഒരു ട്രോഫിക് ലെവലുള്ള ജീവിയെ മറ്റൊരു ട്രോഫിക് ലെവലിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഗ്രാസ് ഒരു ട്രോഫിക് ലെവൽ ഉൾക്കൊള്ളിച്ചു, അതിന് തിന്നാൻ വരുന്ന ഗ്രാസ് ഹോപ്പറിനെ അടുത്ത ട്രോഫിക് ലെവൽ ഉൾക്കൊള്ളിച്ചു. എന്നാൽ അതേ ട്രോഫിക് ലെവലിൽ മറ്റൊരു ജീവിയെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവലിൽ ഒരേ സ്പീഷീസിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഇറ്റ് അസ്യൂംസ് എ സിമ്പിൾ ഫുഡ് ചെയിൻ, സംതിങ് ദാറ്റ് ആൾമോസ്റ്റ് നെവർ എക്സിസ്റ്റ് ഇൻ നേച്ചർ. നമ്മളിവിടെ കാണിക്കുന്ന ഇപ്പോൾ ഒരു സിമ്പിൾ ഫുഡ് ചെയിനെയാണ്. അതായത് ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക് തുടങ്ങിയ സിമ്പിൾ ഫുഡ് ചെയിനെ മാത്രമേ ഇതിൽ കാണിക്കാൻ കഴിയൂ. പക്ഷെ നമ്മുടെ പ്രകൃതിയിൽ സിമ്പിൾ ഫുഡ് ചെയിനായിട്ടല്ല കാണപ്പെടുന്നത്. ഒരു ഗ്രാസിനെ തിന്നാൻ ഗ്രാസ് ഹോപ്പർ മാത്രമല്ല വരുന്നത്. ആ ഏരിയയിൽ ആ ഗ്രാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫുഡ് ചെയിൻ കാണും. അതൊരു ഫുഡ് വെബിൻ്റെ രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ സിമ്പിൾ ഫുഡ് ചെയിനായിട്ട് മാത്രമേ നമുക്ക് എക്കോളജിക്കൽ പിരമിഡിൽ ഉൾക്കൊള്ളാൻ കഴിയൂ. പക്ഷെ ഒരിക്കലും അത് നാച്ചുറൽ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലും അല്ല. ഇറ്റ് ഡസ് നോട്ട് അക്കോമഡേറ്റ് എ ഫുഡ് വെബ്. അതായത് നമുക്കൊരു ഫുഡ് വെബിനെ ഒരിക്കലും എക്കോളജിക്കൽ പിരമിഡിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് ഒരു ഫുഡ് ചെയിനെ ആയിരിക്കും. സാപ്രോഫൈറ്റ്സ് ആർ നോട്ട് ഗിവൺ എനി പ്ലേസ് ഇൻ എക്കോളജിക്കൽ പിരമിഡ് ഈവൻ ദോ ദേ പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ എക്കോസിസ്റ്റം. അതായത് എക്കോസിസ്റ്റത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഡീകമ്പോസിസ് അഥവാ സാപ്രോഫൈറ്റ്സ് ആയ ബാക്ടീരിയകളും ഫംഗസുകളും. അവരെക്കുറിച്ച് ഇതിൽ മെൻഷനേ ചെയ്തിട്ടില്ല. അതായത് എക്കോളജിക്കൽ പിരമിഡിൽ അവർക്കൊരു സ്ഥാനം നൽകിയിട്ടില്ല. ഇതൊക്കെയാണ് എക്കോളജിക്കൽ പിരമിഡിൻ്റെ ലിമിറ്റേഷൻസ്. Can you draw a pyramid of biomass by using the following data? ഇതുപോലെ ഡേറ്റ തന്നിട്ട് ഒരു പിരമിഡ് വരയ്ക്കാൻ ചോദിച്ചാൽ ഇപ്പൊ PP എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് 12 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. PC പ്രൈമറി കൺസ്യൂമർ ആണ് 38 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. നമുക്ക് തന്നിരിക്കുന്ന അളവിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു പിരമിഡ് വരയ്ക്കുമ്പോൾ ഏറ്റവും ബേസിൽ പ്രൈമറി പ്രൊഡ്യൂസർ PP തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ അളവ് കൂടിയതെടുത്ത് PC താഴെ വരച്ചിട്ട് മുകളിൽ PP വരയ്ക്കരുത്, കുറച്ച് വരയ്ക്കരുത്. ഇതൊരു ഇൻവേർട്ടഡ് പിരമിഡാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് പ്രൊഡ്യൂസറിന്റെ ലെവലിലുള്ള ബയോമാസിന്റെ അളവ് കുറവാണ്, അതിനേക്കാൾ കൂടുതലാണ് ആ പ്രൊഡ്യൂസറിനെ തിന്നുന്ന പ്രൈമറി കൺസ്യൂമറിന്റെ ബോഡിയിൽ. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നുണ്ടോ ഇൻവേർട്ടഡ് പിരമിഡാണ്. ഇനി തിരിച്ചായിരുന്നെങ്കിലോ PP കൂടുതലും PC കുറവാണെങ്കിൽ ഇതിന്റെ റിവേഴ്സ്, നേരെ ഏറ്റവും താഴ്ഭാഗം കൂടിയതും വരയ്ക്കുക, മുകളിലോട്ട് പോകുന്നതും കുറഞ്ഞ രീതിയിൽ വരയ്ക്കുക. അപ്പൊ ബയോമാസിന്റെ പിരമിഡ് വരയ്ക്കാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അഥവാ ഇനി ഇതുപോലെ നിങ്ങൾക്ക് തന്നിട്ട് വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ അത് ആലോചിക്കുക. എപ്പോഴും പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് PP താഴെ ആയിരിക്കണം, അതിനെ മുകളിൽ തന്നെ ആയിരിക്കണം PC. അത് കൂടുതലായാലും കുറഞ്ഞായാലും ഇതുപോലെ നോക്കി തന്നെ വരയ്ക്കുകയും ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ എക്കോസിസ്റ്റം എന്ന ചാപ്റ്ററിലെ അധികം പരീക്ഷയ്ക്ക് വരാത്ത ഏരിയകളും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാതെ, അതിൻ്റെ ആൻസേഴ്സ് മാത്രം പഠിക്കാതെ, ഇതുപോലെ ഇനി വരാൻ ചാൻസ് ഉള്ള അധികം ചോദിക്കാത്ത ഏരിയകളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. എങ്കിൽ മാത്രമേ മാറ്റം വരുന്നതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യാനും കഴിയുകയുള്ളൂ. ഒരിക്കലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പബ്ലിക് എക്സാം ഫേസ് ചെയ്യാൻ പോകരുത്. ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക. അധികം ചോദ്യങ്ങൾ വരാത്ത ഏരിയ കൂടെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. എങ്കിൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നു.